നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചർച്ച് ഓഫ് ലിവിങ് വാട്ടറിലുള്ള ദേവദാസനും സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇന്ന് നിങ്ങളുടെ ചർച്ചിൽ ആനിവേഴ്സറി പ്രോഗ്രാം നടക്കുകയാണെന്നറിയാം. പ്രോഗ്രാമൊക്കെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ലോകത്തോട് ഷെയർ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ആരാണ്, എവിടെ നിന്നാണ് ഈ കത്ത് എഴുതുന്നതെന്ന് നിങ്ങൾക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് പറ്റിയത് ഈ കത്ത് വായിച്ച് കേൾക്കുന്ന ആർക്കും ഈ ദുരവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അധികം മുഖവുര കൂടാതെ കത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് എക്സ് എന്നാണ്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. എൻ്റെ സുഹൃത്തിൻ്റെ പേര് വൈ എന്ന്. ഞങ്ങൾ രണ്ടുപേരും ബെന്തിക്കോസ് മാതാപിതാക്കന്മാർ ജനിച്ചു വളർന്നവരായിരുന്നു. ഒരുമിച്ച് കളിച്ചും പുഴയിൽ ചാടിയും മാങ്ങാമരത്തിൽ കല്ലെറിഞ്ഞും പാടത്ത് പോയി കൂട്ടുകാർമാർ ഒന്നിച്ചും ഫുട്ബോൾ കളിച്ചും സ്കൂളിൽ ഒരുമിച്ചും നടന്ന് ഞങ്ങളുടെ ബാല്യകാലം കഴിച്ചു. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിൽ പോവുകയും ചെറിയ പ്രായത്തിൽ തന്നെ ദൈവവചനം പഠിക്കാനും വചനം മനഃപ്പാഠമാക്കി പ്രാർത്ഥിച്ചും ദൈവകൽപ്പനയായ സ്നാനം കൈക്കൊണ്ടും ഞങ്ങൾ ആത്മീയരായി വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കി. ചെറുപ്രായത്തിൽ കൺവെൻഷനും ആത്മീയ കാര്യങ്ങൾക്ക് പോകാനും ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ അതിനായി ഉത്സാഹിപ്പിച്ചു. സാമ്പത്തികമായി വളരെ പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് മിക്ക ദിവസവും ഞങ്ങൾ ഉപവാസമായിരുന്നു. കുടുംബ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ അത്താഴം കഴിക്കുകയില്ലായിരുന്നു. വചനം മനഃപ്പാഠമാക്കാതെ ഭക്ഷണം ലഭിക്കുകയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ കാനഡയിലേക്ക് പോയി. എൻ്റെ മാതാപിതാക്കൾ ബാങ്കിൽ നിന്ന് അതിനുവേണ്ടി ലോൺ എടുത്ത് എന്നെ അവിടേക്ക് അയച്ചു. വയ്യാകട്ടെ നാട്ടിൽ തന്നെ തുടർ പഠനവും മാതാപിതാക്കളുമായി സന്തോഷത്തോടെ ആത്മീയമായി ജീവിച്ചു പോന്നു. ഇതുവരെ നിങ്ങൾ കേട്ടത് എൻ്റെ നല്ല കാലം മാത്രമാണ്. അങ്ങനെ നാട്ടിലെ എൻ്റെ സഭയിലെ ദേവദാസിൻ്റെയും സഭയുടെയും എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് വീട് പണയപ്പെടുത്തിയിട്ടാണെങ്കിൽ കൂടി ഞാൻ കാനഡയിലെത്തി. കാനഡയിൽ ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ചർച്ചിൻ്റെ റെഫറൻസ് തന്നതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ അടുത്ത് പോവുകയും ആ ചർച്ചിൽ മീറ്റിങ്ങിലൊക്കെ പോകാൻ സഹായകമായി. കോളേജിൽ പഠിക്കുന്ന കാലം എന്നോട് സ്നേഹം കൂടി വന്നവളോട് ഞാൻ 1 തിമോഥെയോസ് 5:6 പറയുന്ന പോലെ കാമുകിയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഒഴിഞ്ഞു മാറ്റി. അവിടുത്തെ വസ്ത്രധാരണം കണ്ടപ്പോൾ എനിക്ക് ഇയ്യോബ് 31:1 വായിക്കുന്ന വാക്യം ഓർമ്മ വന്നു. ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നു എന്ന് ഓർത്തു. മത്തായി 5:26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതെന്നെ പാപം ചെയ്തു നിന്ന് മാറ്റി നിർത്തി. 1 ജോൺ 2:16 വായിക്കുന്ന പോലെ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന് പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതൊക്കെയും ഒഴിഞ്ഞു മറിയാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ പഠനം അതിനോടൊപ്പം ജോലിയും ചെയ്ത് നാട്ടിലെ വീടിനെ സപ്പോർട്ട് ചെയ്യുകയും ദശാംശം കൊടുക്കുകയും അതോടൊപ്പം എൻ്റെ ബാങ്ക് ലോൺ അടയ്ക്കുകയും ചെയ്തു. പഠിക്കുന്ന കാലം എനിക്ക് ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരുടെ വഴികൾ നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് നടന്നത്. അങ്ങനെ മുന്നോട്ട് പോയി എൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു, കടങ്ങളൊക്കെ മാറി. പതിയെ ഞാൻ ജീവിതം മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കാൻ തുടങ്ങി. പണ്ട് മാറ്റി നിർത്തിയ സുഹൃത്തുക്കളുമായി ഞാൻ കൂട്ടം കൂടി നടക്കുവാൻ തുടങ്ങി. പണ്ട് എൻ്റെ കണ്ണിനോട് ചെയ്ത നിയമം ഞാൻ മറന്നുപോയി. ഞാൻ പതിയെ ഈ ലോകത്തെ സ്നേഹിക്കുകയും ദൈവവുമായി അകലുവാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ആദ്യം നല്ല കുറ്റബോധമൊക്കെ തോന്നി. അതുകൊണ്ട് രാത്രിയിലിരുന്ന് എനിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം ലഭിച്ചു. അവിടെയുള്ള സഭയിൽ ഞാൻ ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഈ ലോക ജീവിതവും ഞാൻ കൊണ്ടുപോയി. നല്ല ജോലി, കൂട്ടുകെട്ട്, പണം, പാർട്ടി, ഇതൊക്കെ എൻ്റെ ആത്മീയ ജീവിതം നശിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ടെങ്കിലും എൻ്റെ ജഡം അതിൽ നിന്ന് പലപ്പോഴും മോചിതനായില്ല. സഭയിൽ വന്ന് അവിടുത്തെ ദേവദാസന് വചനം പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് കുറ്റബോധമുണ്ടായെങ്കിലും മാറാൻ കഴിഞ്ഞില്ല. ഞാൻ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ദൈവികമായി ലഭിക്കുന്ന സമാധാനം, സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. പലപ്പോഴും ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ തന്നെ നിന്നാലല്ലേ PR കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ PR കിട്ടിയ ശേഷം നാട്ടിൽ പോകാനും നല്ലൊരു ആത്മീയമായി ജീവിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. 1 പത്രോസ് 3:1 വായിക്കുന്ന പോലെ ഭാര്യമാരുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകുമെന്നുള്ള വാക്യം എന്നെ ഒത്തിരി ആശ്വസിച്ചു. പക്ഷേ ഈ PR കിട്ടാതെ നാട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നു. എങ്കിലും വീട്ടുകാരോട് കാര്യം പറഞ്ഞു. അവർ എൻ്റെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് PR ലഭിച്ചു. ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു.
പക്ഷേ എനിക്ക് ദൈവികമായി ഒട്ടും അടുക്കുവാൻ കഴിഞ്ഞില്ല. നാട്ടിൽ പോയി മാതാപിതാക്കന്മാരുടെ കൂടെ അല്പകാലം നിന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, അതോടൊപ്പം ഒരു വിവാഹം കഴിച്ച് ഞാൻ പഴയ പോലെ ഒരു ആത്മീയ ജീവിതം ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചു. ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ചു. എൻ്റെ അവസ്ഥ ശൗലിൻ്റെ അവസ്ഥ പോലെയായിരുന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിന്മേലുള്ള ദുരാത്മാവ് മാറി ആശ്വാസം ലഭിക്കുന്ന പോലെ എനിക്ക് ചർച്ചയിൽ പോയി ആരാധന കൂടുമ്പോൾ എനിക്ക് വളരെ ആശ്വാസം ലഭിക്കും. പക്ഷേ ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തി വീണ്ടും പഴയ പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ആ ദിവസം വന്നു. അങ്ങനെ ഏകദേശം 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. മനസ്സിൽ ചില നല്ല തീരുമാനമായിട്ടായിരുന്നു എൻ്റെ മടങ്ങി വരവ്. 1, എൻ്റെ പുതിയ ഭവനം അവസ്വാമിക ചെയ്ത് അവിടെ പാർക്കണം. 2, വിവാഹം കഴിക്കണം. പിന്നെ ക്രിസ്തുവിലേക്കുള്ള മടങ്ങി വരവ്. ഈ ആഗ്രഹവുമായി ഞാൻ ഫ്ലൈറ്റ് കയറി. ഉയർന്നു പൊങ്ങിയ വിമാനം കേരളത്തിൻ്റെ പച്ചപ്പിൻ്റെ മുകളിൽ കൂടെ പറന്നിറങ്ങാറായപ്പോൾ എൻ്റെ മനസ്സിൽ കുളിർമ കൊണ്ടു. ഒത്തിരി സന്തോഷം തോന്നി വർഷങ്ങൾക്ക് ശേഷം എൻ്റെ നാട് കാണാൻ കഴിഞ്ഞപ്പോൾ. അങ്ങനെ എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്ന വണ്ടി കയറി വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ വണ്ടി ഓടിച്ചിരുന്നവനെ ഞാൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. താടിയും മുടിയും നീട്ടി വളർത്തി ഒരു ഫ്രീക്കൻ ലുക്കായിരുന്നു അവന്. അവനോട് ഞാൻ ഈ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയായിട്ട് നടന്നുകൂടെ എന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ നാട്ടിലുള്ള പെൺപിള്ളേർക്ക് ഇങ്ങനെ നടക്കുന്നവരാണ് ഇഷ്ടം. എല്ലാം ശരി, നീ ഒന്ന് വാഹനം പതുക്കി ഓടിക്കാൻ ഞാൻ പലവട്ടം അവനോട് ആവശ്യപ്പെട്ടു. കാരണം ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. കാനഡയിലെ റോഡിലൂടെ സഞ്ചരിച്ച് എനിക്ക് നാട്ടിലെ റോട്ടിൽ കൂടെയുള്ള യാത്ര വളരെ ഭയമായി തോന്നി. അങ്ങനെ ആ യാത്രയുടെ അവസാനം എൻ്റെ വീടിൻ്റെ അടുത്തെത്താറായി. അടുത്തുള്ള കവലിലേക്ക് വണ്ടി കയറി. എൻ്റെ വീട്ടിലേക്ക് ഇനി അധികം ദൂരം ഇല്ലാതിരുന്നു. പെട്ടെന്നോ എവിടെ നിന്ന് ചങ്ങല പൊട്ടിച്ചു വന്നൊരു തെരുവുനായ ഞങ്ങളുടെ വണ്ടിക്ക് വട്ടം ചാടി. നായയെ കണ്ടപാടെ ആ ഫ്രീക്കൻ ഡ്രൈവർ വണ്ടി എടുത്തോട്ട് വെട്ടിത്തിരിച്ചു. ഞാനിരുന്ന ഭാഗം നേരെ റോഡിന് നടുവിൽ എന്ന് തോന്നുന്ന പോലെ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമിലേക്ക് ഇടിച്ചു കയറി. കണ്ണിൽ ഇരുട്ട് കയറി. എനിക്ക് എൻ്റെ ബോധം നഷ്ടമായി. പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് ഒരു ഓർമ്മയുമില്ല. പിന്നെ ബോധം വന്നപ്പോൾ ഞാനൊരു ചില്ലുകൂട്ടിലായിരുന്നു. AC കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തണുത്ത് എൻ്റെ ശരീരമൊക്കെ മരവിച്ച് പോയിരുന്നു. കണ്ണ് തുറന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കിടക്കുന്നത് ഞാൻ പുതുതായി പണിത വീടിൻ്റെ മുന്നിലാണെന്ന്. ആ കൂട്ടിൽ എന്നെ നല്ലതുപോലെ ബന്ധിച്ചിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പൂർണ്ണ സാധനത്തോടെ എൻ്റെ ഇഷ്ടം പോലെ നടന്ന് ഇപ്പോൾ ഞാൻ പൂർണ്ണ ബന്ധസ്ഥനായി ഒരു തണുത്ത ചില്ലുകൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ പുറത്തോട്ട് നോക്കി. എൻ്റെ ഇഷ്ടപ്പെട്ടവർ, എൻ്റെ മാതാപിതാക്കൾ, സഹോദരി, എൻ്റെ പ്രിയ സുഹൃത്ത് വൈ, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും കുടുംബം, സഭാവിശ്വാസികൾ, സ്നേഹിതർ, ആ നാട്ടിലെ പ്രിയപ്പെട്ടവർ എല്ലാവരും വേദനയോടെ എന്നെ നോക്കി കരയുകയായിരുന്നു. ഞാൻ അവരോട് ആംഗ്യം കാണിച്ചു എന്നെ ഈ കൂട്ടിൽ നിന്ന് പുറത്തിറക്കാൻ. പലവട്ടം ഞാൻ അവരോട് അപേക്ഷിച്ചു. ആരും അതും കേട്ടില്ല. ഇവർക്കെന്താ കണ്ണ് കാണത്തില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ഈ തണുത്ത കൂട്ടിൽ നിന്ന് എന്നെ ആർ പുറത്തെടുക്കുമെന്ന് ഞാൻ പലവട്ടം അവരോട് അപേക്ഷിച്ചു. എന്നെ പുറത്തെടുക്കുന്നതിന് പകരം എന്നെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ചില വാക്കുകളാണ് ഞാൻ കേട്ടത്. ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുകയും എന്നെ പൂഴ്ത്തിക്കൊണ്ട് അവിടുത്തെ ദേവദാസനും ആ നാട്ടുകാരും പറയുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. പക്ഷേ അവർക്കറിയത്തില്ലല്ലോ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയ എക്സ് അല്ലല്ലോ ഈ കിടക്കുന്നതെന്ന്. അവൻ ഒത്തിരി മാറിയെന്ന് അവരാരും തിരിച്ചറിഞ്ഞില്ല. എന്നെക്കുറിച്ചുള്ള പ്രത്യാശവചനങ്ങൾ ആ മൈക്കിൽ കൂടി കേട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അതുവരെയുള്ള എൻ്റെ പ്രയാസമൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കൊണ്ട് എൻ്റെ മുഖം പ്രസന്നമായി. അതാ ശുഭ്രവസ്ത്രധാരികളായ 2 മാലാഖമാർ എന്നെ എതിരേൽക്കുവാൻ വരുന്നു. അവർ എൻ്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ഞാൻ ആ ചില്ലുകൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ വളരെയധികം തിടുക്കം കാട്ടി. പക്ഷേ എൻ്റെ സന്തോഷം അധിക നേരം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ മാലാഖമാരുടെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. അവരുടെ മുഖം മ്ലാനമായിരുന്നു. അതെന്നെ വളരെ നിരാശനാക്കി. പെട്ടെന്ന് ഭീതിപ്പെടുത്തുന്ന ചില അപശബ്ദവുമായി കോടതിയിലിടുന്ന കോട്ടിട്ട പോലെ വവ്വാലിൻ്റെ രൂപസാദൃശ്യമുള്ള 2 പേർ എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് ഞാൻ കണ്ടു. അവർ ആ ശുഭ്രവസ്ത്രധാരിയായ മാലാഖമാരുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ലേറ്റസ്റ്റായ ലാപ്ടോപ്പിൽ സ്ക്രോൾ ചെയ്ത് ആ മാലാഖമാരെ ചില ദൃശ്യം കാണിച്ചു കൊടുക്കുന്നത് ഞാൻ എൻ്റെ ആ കിടപ്പിൽ കണ്ടു. പൂർണ്ണമായും അവരെന്താണ് കാണിക്കുന്നത് കഴിഞ്ഞില്ലെങ്കിലും ഒന്നെനിക്ക് മനസ്സിലായി,
ഞാൻ ചെയ്ത രഹസ്യപാപങ്ങൾ ഈ പിശാചുക്കൾ റെക്കോർഡ് ചെയ്ത് ആ മാലാഖമാരെ കാണിക്കുന്നതാണെന്ന്. എൻ്റെ ദൃശ്യമൊക്കെ കണ്ട് ആ 2 പിശാചുക്കളോട് ഒരു മറുപടിയും പറയാതെ ആ 2 മാലാഖന്മാർ മൗനമായി എന്നെ അവിടെ വിട്ടിട്ട് പോയി. എന്നെ വിട്ട് മാലാഖമാർ പോയതും ആ 2 വവ്വാൽ പോലെ ഇരിക്കുന്ന പിശാചുകൾ എൻ്റെ 2 കാലിൽ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് കുറേ ഓടിയ ശേഷം അവർ എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് നേരെ നിർത്തി. തീർത്തും അന്ധകാരം നിറഞ്ഞ ആ യാത്രയ്ക്ക് ശേഷം ഒരു വലിയ ഗുഹയ്ക്കകത്തേക്ക് ആണ് ഞാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ മുഴുവനും കൂരിരുട്ടായിരുന്നു. ഗുഹയിൽ കയറിയ ഉടനെ നിശബ്ദമായി ഉറങ്ങുന്ന ആത്മാക്കളെ കണ്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ പിശാചുക്കൾ എന്നെ അതിന് അനുവദിച്ചില്ല. അവർ നിനക്കുള്ള സ്ഥലം ഇതല്ല, ഇത് ആ ഭൂമിയിൽ നല്ല വ്യക്തികളായി യാതൊരു പാവം ചെയ്യാത്ത മരിച്ചവരാണ്. പക്ഷേ അവർ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞതിന് മുമ്പ് മരിച്ചതുകൊണ്ടും അവരും ഞങ്ങൾക്ക് തൽക്കാല അധികാരമില്ല. അവരെ അന്തിമ ന്യായവിധിക്കായി വെച്ചിരിക്കുകയാണ്. അവരുടെ നിദ്ര ശല്യപ്പെടുത്താതിരിക്കാൻ അനേകം കാവൽക്കാരെ അവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് മുന്നോട്ട് അവർ എന്നെ കൊണ്ടുപോയി. പല ടൈപ്പുള്ള ആൾക്കാരൊക്കെ എടുത്തിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പലയിടത്തു നിന്ന് നിലവിളിയും പല്ലുകടിയും അലർച്ചകളും എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ 2 പിശാചുക്കൾ അവിടെ നിന്നും എന്നെ ഇടാതെ എന്നെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ അതിഭയാനകമായ ശബ്ദങ്ങളാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് അവിടെ അടുക്കും തോറും ഞാൻ പിറകോട്ട് ഓടുവാൻ ശ്രമിച്ചു. പലപ്പോഴും ഞാൻ പിറകോട്ട് ഓടുവാൻ ശ്രമിച്ചപ്പോൾ അവർ എൻ്റെ കൈകാലുകളെ ഞെരുക്കിയമർത്തി. അവസാനം ആ വലിയ കുഴിയുടെ അടുത്തേക്ക് എത്തിയ ശേഷം അവർ അതിലേക്ക് എന്നെ തള്ളിയിടുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഇത് പ്രത്യേകതരം ആത്മാക്കൾക്കുള്ള യാതന സ്ഥലമാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്തവർക്കുള്ള ഒരു യാതന സ്ഥലമാണിത്. ഇനി നിനക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. പകരം ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരുകളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരത്വത്തെ നീ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് നീ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. ഇനി നിനക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ ആ വലിയ കുഴിയിലേക്ക് തള്ളി കൊണ്ടുപോയി. പെട്ടെന്ന് നിർത്തുവിൻ എന്നൊരു ഭീമാകരമായ ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവൻ്റെ കൂട്ടത്തിലുള്ളവർ നമുക്കിവിടെ ഒരു സ്വസ്ഥയും തരാതെ ജോലി എടുപ്പിക്കുന്നവരാണ്. അവർ ഭൂമിയിൽ പാപം ചെയ്യാത്തവർ കിടക്കുന്നിടത്ത് നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ജോലിയുമില്ല. പക്ഷേ ഈ കൂട്ടരെ പീഡിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തൊഴിൽ വർദ്ധിക്കുന്നു. എനിക്കൊരു അവസരം കൂടി തരണമെന്ന്, എന്നെ ഭൂമിയിലേക്ക് തിരിച്ചുവിടണമെന്നും ഞാൻ പലപ്പോഴായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അവർ കൂടി ആലോചിച്ച ശേഷം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്പവിശ്രമം ആവശ്യമാണ്. നിൻ്റെ കൂട്ടത്തിലുള്ളവർ ഇങ്ങോട്ട് വരുന്നത് കുറയ്ക്കാൻ നിനക്ക് അവർക്ക് വേണ്ടി ഒരു കത്ത് എഴുതി വിടാൻ ഞാനിപ്പോൾ ഒരു അവസരം തരാം. ഓരോ സെക്കൻഡിലും ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകും. അവരുടെ കൂടെ ഈ കത്തും കൊടുത്തുവിടാം. അതുകൊണ്ട് നീ വേഗം ഒരു കത്ത് എഴുതിക്കോ, അല്ലെങ്കിൽ നിന്നെ അടുത്ത നിമിഷം ഞാൻ ആ കുഴിയിലോട്ട് തള്ളിയിടും. പ്രിയമുള്ളവരെ, എനിക്ക് പറ്റിയ ഈ അവസ്ഥ നിങ്ങളിൽ ആർക്കും വരാതിരിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കാനഡയിൽ നിന്ന് നാട്ടിൽ വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാണ് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറിയത്. പക്ഷേ എനിക്കൊരു അവസരം പിന്നെ ലഭിച്ചില്ല. ഞാൻ നിലച്ചിരിക്കാത്ത നിമിഷത്തിൽ ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പ്രാപിച്ച കൃപയുടെ ആത്മാവിനെ നഷ്ടമാക്കിയതുകൊണ്ട് എനിക്ക് വന്നുപോയ ഗതി നിങ്ങളിൽ ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പോളാകുന്നു രക്ഷാദിവസം, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം. അതുകൊണ്ട് ഈ കത്ത് കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം കർത്താവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതാ എന്നെ കുഴിയിൽ തള്ളിയിടുന്നവരുടെ കാലൊച്ച ഞാൻ കേൾക്കുന്നു.